ഇന്നത്തെ പത്രത്തിന്റെ സമഗ്രതയുമായി നമുക്കൊപ്പം ചേരുന്നത് VS കൃഷ്ണരാജാണ്. കൃഷ്ണരാജ്, വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ നിയമസഭയിൽ അടക്കം നടന്ന ദിവസമാണ്. സ്വാഭാവികമായും അതിന്റെ ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ള മനോഹരമായ ലേഔട്ടുകളുമായിട്ടായിരിക്കാം ഇന്നത്തെ ദിനപത്രങ്ങൾ പുറത്തിറങ്ങുക. കൃഷ്ണരാജ്, നമ്മൾ ആ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ഉള്ളടക്കം തന്നെയാണോ ഇന്ന് പത്രങ്ങളുടേത്? തീർച്ചയായും. ഗുഡ് മോർണിംഗ് സജിത്, അശ്വതി. എല്ലാ പത്രങ്ങളുടെയും മുഖപ്പേജ് ആകെ കവർന്നെടുത്തിരിക്കുന്നത് നിയമസഭയിലെ കയ്യാങ്കളിയും പ്രതിഷേധവും തുടർന്നുണ്ടായ ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ തന്നെയാണ്. നമുക്ക് മനോരമയിലേക്ക് വന്നാൽ ആദ്യ പേജിൽ നല്ലൊരു തലക്കെട്ടാണ്, അടിവെച്ചടിവെച്ച് എന്നാണ്. അടികൂടിയതും അതിനകത്തുണ്ട്, അടിവെച്ചടിവെച്ചുള്ള മുന്നേറ്റവും അതിനകത്തുണ്ട്. പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും അടിവെച്ചടിവെച്ച് എന്ന തലക്കെട്ടോടെ സ്പീക്കറുടെ ഓഫീസ് ഉപരോധത്തിനിടെ പ്രതിപക്ഷാംഗങ്ങൾക്ക് മർദ്ദനം എന്ന തലക്കെട്ടോടുകൂടി വാർത്ത. KK രമയുടെ കൈക്ക് പൊട്ടൽ, സലാം ചവിട്ടി എന്ന് രമയുടെ ആരോപണം, പ്രതിപക്ഷ MLA മാർ മർദ്ദിച്ചെന്ന് വാച്ച് ആൻഡ് വാർഡ്. അങ്ങനെ സമഗ്രമായ ഒരു മുൻപേജാണ്. അതിൽ KK രമയുടെ കൈക്ക് പൊട്ടലേറ്റു എന്നതിനെ തുടർന്ന് കയ്യിൽ ആശുപത്രിയിലെത്തിച്ച് അത് വേദന സഹിക്കാനാവാതെ വിങ്ങുന്ന ഒരു ചിത്രവും മുഖപ്പേജിലുണ്ട്. മറ്റൊന്ന്, സ്പീക്കർ അന്നും ഇന്നും എന്ന് ഒരു പ്രത്യേക കോളം. നമുക്കറിയാം, ഈ മനോരമ അത്തരം ചില സ്പെഷ്യലിസ്റ്റ് കാര്യങ്ങളിലേക്ക് പോകുന്ന ഒരു പത്രം കൂടിയാണ്. ഡിസംബർ 5-ന് മുൻ സ്പീക്കറായ മന്ത്രി MP രാജേഷിൻ്റെ പ്രസംഗം നീണ്ടപ്പോൾ ചുരുക്കാൻ സ്പീക്കറായ ഷംസീർ ഇടപെട്ടു എന്നതിൽ തുടങ്ങി സർവകലാശാല ബിൽ ചർച്ചയ്ക്കിടെ LDFിൻ്റെ KT ജലീലിൻ്റെ പ്രസംഗം നീണ്ടപ്പോൾ സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്തു. അങ്ങനെ ഒരു നിഷ്പക്ഷനായ സ്പീക്കറാണെന്ന തോന്നലുണ്ടാക്കുകയും പിന്നീട് പല പ്രതിപക്ഷ MLA മാരടക്കം അത് പറയുകയും ചെയ്തതാണ്. പല വിലയിരുത്തലുകൾ ഉണ്ടായതാണ്. നേരത്തെ കണ്ട MLA ആയ ഷംസീറിനെ അല്ല സ്പീക്കർ കസേരയിൽ കാണുന്നത്, നിഷ്പക്ഷനായ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന മുഖം നോക്കാത്ത ഒരു സ്പീക്കർ എന്ന് വന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ അങ്ങനെയല്ല സ്പീക്കർ എന്ന തലത്തിലേക്ക് പറഞ്ഞു വയ്ക്കുകയാണത്. കൊച്ചി കോർപ്പറേഷനിൽ UDF അംഗങ്ങളെ പൂട്ടിയിട്ട സംഭവത്തിൽ അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് തള്ളുന്നു. മുഖ്യമന്ത്രിക്കെതിരെ മാത്യു കുഴൽനാടൻ്റെ പരാമർശങ്ങൾ സഭാരേഖയിൽ നിന്ന് നീക്കുന്നു. അതിനുശേഷം തുടർച്ചയായി 2-ാം ദിവസവും പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളുന്നു. അങ്ങനെ വിശദമായി സ്പീക്കർ തുടങ്ങിയിടത്ത് നിന്ന് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ പിന്തുണയ്ക്കുന്ന തരത്തിൽ ഒരു സൈഡ് കോളം അവരത് ക്രമീകരിച്ചിട്ടുണ്ട്. മറ്റൊരു വാർത്ത, ബഫർ സോണിൽ ഇളവ് വന്നേക്കും എന്നാണ്. അതായത് ബഫർ സോൺ പ്രദേശങ്ങളിൽ നിർമ്മാണ നിരോധനം പ്രായോഗികമല്ല എന്ന് സുപ്രീം കോടതി പറയുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. വിജ്ഞാപനം ചെയ്തിടത്തും ഇളവ് തേടുകയാണ് കേരളം. കരട് വിജ്ഞാപനം ചെയ്ത മേഖലകൾക്കും 1 കിലോമീറ്റർ നിബന്ധനയിൽ ഇളവ് നൽകണമെന്ന് കേരളം ആവശ്യപ്പെടുന്നു എന്നതും കൂടി ചേർത്ത് സമഗ്രമായൊരു വാർത്ത മുൻപേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത, സ്വകാര്യ വനമേറ്റെടുക്കൽ 50 സെന്റ് വരെയുള്ള കർഷകർക്ക് ഇളവ് നൽകും എന്നതാണ്. ഈ ബഫർ സോണുമായി ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വാർത്ത. സ്വകാര്യ വനങ്ങൾ സർക്കാരിൽ നിക്ഷിപ്തമാകുമ്പോൾ 50 സെന്റ് വരെ കൈവശമുള്ള ചെറുകിട നാമമാത്ര കർഷകർക്ക് ഇളവ് നൽകി. 71-ലെ സ്വകാര്യ വനങ്ങൾ നിക്ഷിപ്തമാക്കലും പതിച്ചുകൊടുക്കലും നിയമ ഭേദഗതി ബിൽ ഈ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ നീക്കം എന്ന സർക്കാർ വാർത്ത. ഇക്കാര്യം മന്ത്രിസഭ അംഗീകരിച്ചു എന്നതാണ് മുഖപേജിൽ വരുന്ന മറ്റൊരു വാർത്ത. ഇനി എഡിറ്റോറിയൽ പേജിലേക്ക് പോയാൽ കുറച്ചുകൂടി കൃത്യമായി ആ വാർത്ത, അതായത് നിയമസഭയിലെ വിഷയങ്ങളെ എഡിറ്റോറിയൽ പേജിൽ സമഗ്രമായി പറയുകയാണ് മലയാള മനോരമ. പാർട്ടി ഓഫീസല്ല നിയമസഭ, നിഷ്പക്ഷതയും നീതിബോധവും സ്പീക്കർ മറക്കരുത് എന്നാണ് എഡിറ്റോറിയൽ പറയുന്നത്. അതായത് സ്പീക്കർ ഒന്നോർക്കണം, ഇത് ഭരണ പ്രതിപക്ഷങ്ങൾ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകും, തർക്കമുണ്ടാകും. പക്ഷേ അവിടെ സ്പീക്കർ നിഷ്പക്ഷത മറക്കരുത്, നീതിബോധം മറക്കരുത് എന്നാണ് പറയുന്നത്. വനിതകളടക്കമുള്ള ചില പ്രതിപക്ഷ അംഗങ്ങൾക്ക് നേരെ സംഘർഷത്തിനിടെ കയ്യേറ്റമുണ്ടായതുമൊക്കെ പറഞ്ഞു വയ്ക്കുകയാണ്. പ്രതിപക്ഷത്തിൻ്റെ അവകാശം സംരക്ഷിക്കാനുള്ള ഇടപെടൽ സ്പീക്കറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് എഡിറ്റോറിയൽ പേജ്. മറ്റൊന്ന്, അവൾക്കുമില്ലല്ലോ അടിയന്തര ശ്രദ്ധ എന്നാണ്. അതായത് ഉമാ തോമസ് ആണ് ഇന്നലെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്ത് ഒരു പെൺകുട്ടിയെ +2 വിദ്യാർത്ഥിനിയെ മർദ്ദിച്ച സംഭവത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നു. പക്ഷേ ആ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയെ സ്കൂളിനടുത്തുള്ള ജംഗ്ഷനിലേക്ക് നടക്കുമ്പോഴായിരുന്നു ആക്രമണം ഉണ്ടായത്. എന്നാൽ ഇത് അടിയന്തര പ്രാധാന്യമുള്ളതല്ല എന്ന് പറഞ്ഞാണ് ഇന്നലെ സ്പീക്കർ തള്ളിയത്. അവൾക്കുമില്ലല്ലോ അടിയന്തര ശ്രദ്ധ എന്നാണ്. ഒരു പെൺകുട്ടി പൊതുമധ്യത്തിൽ ആക്രമിക്കപ്പെട്ടിട്ടും അത് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചിട്ടും അത് അവിടെ അവതരിപ്പിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ ആണ് ഈ വാർത്ത ശ്രദ്ധേയമാകുന്നത്. മറ്റൊന്ന്, CPIയിൽ വൻ ചേരിതിരിവ്, കാനത്തിന് രൂക്ഷ വിമർശനം എന്നാണ്. അതിലെ ഏറ്റവും രസകരമായൊരു വാർത്ത, തിരുത്തൽ ശക്തിയാകേണ്ട കാനം
തിരുമ്മൽ ശക്തിയായി എന്ന് പരോക്ഷമായൊരു വിമർശനമാണ് ഇന്നലെ പറഞ്ഞത്. ഇഷ്ടക്കാർക്ക് ഇളവ് കിട്ടുന്നു, അതായത് സെക്രട്ടറിക്ക് ചുറ്റും നിൽക്കുന്നവരെ, ഉപഗ്രഹങ്ങളെ കൂടുതലായി സംരക്ഷിക്കപ്പെടുന്നു, പാർട്ടിക്കുള്ളിൽ മറ്റുള്ളവർക്ക് അവഗണനയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. സമ്മേളന അവലോകനങ്ങളുടെ റിപ്പോർട്ടിന്മേലാണ് സംസ്ഥാന കൗൺസിലിൽ നടന്ന ചർച്ചയിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായത്. തനിക്ക് നേരെ ഉണ്ടായ ആക്ഷേപങ്ങൾക്ക് വികാരപരമായി സംസ്ഥാന സെക്രട്ടറി കാനം മറുപടി നൽകി എന്നാണ്. അതായത് ഇതൊരു പ്രധാനപ്പെട്ട വാക്ക് ഇത് തന്നെയാണ്, തിരുത്തൽ ശക്തി തിരുമ്മൽ ശക്തിയായി. അതായത് തിരുത്തേണ്ട പാർട്ടിയാണ് നമ്മുടേത്, പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ സമീപകാലത്തൊക്കെയും കാണുന്നത് എന്നാണ്. ഒരുപക്ഷെ കാനം വളരെ പ്രതിരോധത്തിലായ സമയമാണ്, അതുകൊണ്ടാണ് കാനം വികാരപരമായി മറുപടി നൽകി എന്ന് വാർത്തയിൽ വരുന്നത്. മറ്റൊരു വാർത്ത സ്പോർട്സ് പേജിൽ, അതായത് ഇപ്പോൾ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയുമാണ് സജീവമായി ചർച്ചയാകുന്ന രണ്ട് താരങ്ങൾ. അക്കൂട്ടത്തിലേക്ക് എംബാപ്പെ എന്ന താരം ഈ ലോകകപ്പോടുകൂടി കടന്നു വരുന്നു. ഈ യുവത്വത്തിനിടെ ആ പ്രസരിപ്പിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ലോക ഫുട്ബോൾ ഫൈനലിൽ നമ്മൾ കണ്ടതാണ്. ഇനിയത്തെ രണ്ട് താരങ്ങൾ ആര് എന്ന ചോദ്യത്തിന് മനോരമ കൃത്യമായൊരു വിശകലനം നടത്തുകയാണ് സ്പോർട്സ് പേജിൽ. കിലിയൻ എംബാപ്പെ PSG താരം, ഫ്രാൻസിൻ്റെ താരം. മറുവശത്ത് എർലിംഗ് ഹാലൻഡ്, മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരം. കഴിഞ്ഞ ദിവസം 5 ഗോളുകളാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ചാമ്പ്യൻസ് ലീഗിൽ ഹാലൻഡ് നേടിയത്. ഇങ്ങനെ തുടരെ ഒരു ഗോളടി യന്ത്രം പോലെ കളിക്കുന്ന താരമാണ് ഹാലൻഡ്. അപ്പോൾ ഈ രണ്ട് താരങ്ങളാണ് ഭാവിയിൽ ലോക ഫുട്ബോൾ ഭരിക്കുക എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു ലേഖനമാണ് മനോരമയുടെ സ്പോർട്സ് പേജിൽ. മാതൃഭൂമിയിലേക്ക് വന്നാൽ സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ കയ്യാങ്കളി, പ്രതിപക്ഷ MLA-മാരെ വലിച്ചിഴച്ചു. KK രമയുടെ ചിത്രം തന്നെയാണ് ഇതിലും മനോരമയിലേതുപോലെ തന്നെ മാതൃഭൂമിയിലും മുഖപ്പേജിൽ വരുന്നത്. KK രമയുടെ ചിത്രം തന്നെയാണ്. 4 MLA-മാർക്ക് പരിക്ക്. സനീഷ് കുമാർ ജോസഫ് ICUവിൽ, കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട് രമ. 7 വാച്ച് ആൻഡ് വാർഡുകൾക്കും പരിക്കുണ്ട് എന്ന് പറയുകയാണ് ഈ വാർത്ത. സംഭവത്തെക്കുറിച്ച് വിശദമായൊരു വിലയിരുത്തലും, അതായത് എങ്ങനെയാണ് സംഭവം ഉണ്ടായത്, ചേങ്കോട്ടുകോണത്ത് 16-കാരിക്കേറ്റ ആക്രമണം അടിയന്തര പ്രമേയമായി ഉമാ നോട്ടീസ് അവതരിപ്പിക്കാൻ ശ്രമിച്ചതിൽ തുടങ്ങി സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ ഉപരോധം, കയ്യാങ്കളി, സച്ചിൻ ദേവും സലാമും അടക്കമുള്ളവർ ആക്രമിച്ചു എന്ന വാർത്ത, വാച്ച് ആൻഡ് വാർഡ് ആക്രമണം അഴിച്ചുവിട്ടു എന്ന വാർത്തയൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി അകത്തെ പേജിലേക്ക് വന്നാൽ സ്വപ്നയ്ക്ക് MV ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചതിനെ ചൊല്ലിയുള്ള ഒരു കാർട്ടൂൺ വളരെ രസകരമായി കൊടുത്തിട്ടുണ്ട്. അതായത് മരുമകൻ്റെ കമ്പനിക്ക് ബ്രഹ്മപുരം കരാർ നൽകിയതിൽ വൈക്കം വിശ്വൻ അവിടെ വക്കീൽ നോട്ടീസ് അയക്കുന്നു. ഇവിടെ സ്വപ്നയുടെ ആരോപണത്തിന് പിന്നാലെ, വിജേഷ് പിള്ളയുടെ വന്ന ആരോപണത്തിന് പിന്നാലെ MV ഗോവിന്ദൻ നോട്ടീസ് അയക്കുന്നു. പക്ഷേ ഇതുവരെയും നോട്ടീസ് അയക്കാത്ത ഒരാളുണ്ട്. അവിടെ ഒരു ജനാലയുടെ കതക് തുറന്നിട്ട് പഴയ ഞാനായിരുന്നെങ്കിൽ കാണാമായിരുന്നുവെന്ന് പിണറായി വിജയൻ പറയുന്നത് ഗോപികൃഷ്ണൻ വളരെ രസകരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. കൈവിട്ട് ഭരണപക്ഷം, അമിതാവേശത്തോടെ വാച്ച് ആൻഡ് വാർഡ്, അങ്ങനെ പ്രാകൃതമായ സംഘർഷം ഒഴിവാക്കാൻ പലവട്ടം ശ്രമം നടന്നെങ്കിലും അതിപ്പോഴും തുടരുന്നത് ഒട്ടേറെ കാര്യങ്ങളിൽ പുരോഗമന സ്വഭാവം അവകാശപ്പെടുന്ന നിയമസഭയ്ക്ക് അഭിമാനിക്കാവുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് നിയമസഭയിൽ നടന്ന കാര്യം, മുൻപ് നടന്നിട്ടുള്ള സംഘർഷങ്ങൾ 82-ലെയും 2011-ലെയും 15-ലെയും ഇന്നലത്തെയും ചിത്രങ്ങൾ സഹിതം സമഗ്രമായി നൽകിയിരിക്കുന്നു. മറ്റൊന്ന്, പ്രതിപക്ഷത്തിൻ്റെ നട്ടെല്ല് വാഴപ്പിണ്ടിയാണ് എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്നലെ സഭയിൽ പറഞ്ഞതും, അതിനുശേഷം കൗരവ സഭയോ എന്ന VD സതീശൻ്റെ ചോദ്യവും, മാനേജ്മെൻറ്റ് കോട്ടയിൽ വന്ന മന്ത്രിയാണ് റിയാസ് എന്ന സതീശൻ്റെ മറുപടിയും അകത്തെ പേജിൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോൾ ഓരോ നിമിഷവും ചൂട് സഹിക്കാനാകാതെ, താങ്ങാനാവാതെ വെള്ളം കുടിക്കുന്നവരാണ്. 80 കോടിയുടെ കുപ്പിവെള്ളമാണ് വേനൽ ചൂടിൽ കേരളം കുടിക്കുന്നത് എന്നൊരു വാർത്തയാണ്. വർഷം ശരാശരി 200 കോടി രൂപയുടെ വിൽപ്പന നടക്കുന്നു എന്ന് ആ വാർത്തയിൽ പറയുന്നു. നെല്ലെടുപ്പ് പ്രതിസന്ധിയിലേക്ക് സപ്ലൈകോ വായ്പാ പരിധി കഴിഞ്ഞു എന്ന വാർത്ത KR പ്രഹ്ലാദൻ്റേതായി മാതൃഭൂമിയിലെ അകത്തെ പേജിലുണ്ട്. വായ്പ സപ്ലൈകോയ്ക്ക്, ബാധ്യത കർഷകർക്ക് എന്ന് വ്യക്തമാക്കുന്ന വാർത്തയാണത്. കേരളകൗമുദിയിലേക്ക് വന്നാലും മുഖപ്പേജിൽ അതേ ചിത്രം തന്നെ. സനീഷ് കുമാർ ജോസഫ് ആശുപത്രിയിൽ ഓക്സിജൻ മാസ്ക് വെച്ച് കിടക്കുന്ന ചിത്രം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വലിച്ചിഴച്ചു, കൈയൊടിച്ചു, സഭയിൽ പ്രതിപക്ഷ അംഗങ്ങൾക്ക് ക്രൂരമർദ്ദനം എന്ന വാർത്ത. അകത്ത് ബഫറിൽ പൂർണ്ണ വിലക്കുണ്ടാവില്ല എന്ന വാർത്ത നേരത്തെ മനോരമയിലും ഉണ്ടായിരുന്നു. സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ കൃത്യമായി അപഗ്രഥിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് അത്. പ്രതിപക്ഷത്തിൻ്റെ വാഴപ്പിണ്ടി നട്ടെല്ല് പറയുന്നത് മാനേജ്മെൻറ്റ് കോട്ടയിലെത്തിയ മന്ത്രി എന്ന വാർത്തയും കേരളകൗമുദിയുടെ പേജിൽ വരുന്നു. ഇനി ദേശാഭിമാനിയിലേക്ക് വന്നാൽ ഈ 3 പ്രധാനപ്പെട്ട പത്രങ്ങളിലും വന്ന വാർത്തകൾക്ക് വിരുദ്ധമായ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു തലക്കെട്ടാണ്. പ്രതിപക്ഷം ചോരക്കളിക്ക് എന്നാണ്
പറയുന്നത്. വനിതകൾ ഉൾപ്പെടെ 7 സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിക്കേറ്റ ആശുപത്രിയിലാണ്. അഡീഷണൽ ചീഫ് മാർഷൽ മൊയ്തീൻ ഹുസൈന് നേരെ പ്രതിപക്ഷ നേതാവിൻ്റെ ഭീഷണി. കയ്യിൽ കെട്ട്, രമയുടെ കയ്യിലെ കെട്ട് നാടകമാണ്, അങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു. മറ്റൊന്ന്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സതീശൻ തല്ലുന്ന ഒരു ചിത്രം വച്ചിട്ട് ഒരു കാർട്ടൂണും രസകരമായി പറഞ്ഞിട്ടുണ്ട്. സമ്മതിച്ചേക്ക്, കയ്യേറ്റം ചെയ്തെന്ന് പറഞ്ഞുപോയി എന്നാണ്. അതായത് അപഹാസ്യനായി പ്രതിപക്ഷ നേതാവ് കയ്യേറ്റമോ അറിയില്ലെന്ന് തിരുവഞ്ചൂർ പറഞ്ഞത്. ഇന്നലെ ന്യൂസ് 18നോടായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്. അതായത് MLA-മാരെ തടഞ്ഞു നിർത്തുന്നത് കണ്ടിട്ടാണ് അങ്ങോട്ട് ചെന്നത്, കയ്യേറ്റം ചെയ്തതായി ആക്ഷേപമില്ല എന്ന് ന്യൂസ് 18-ൻ്റെ വാർത്തയ്ക്കിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചത്. ഏറ്റെടുത്ത ഒരു കാർട്ടൂൺ കൂടിയാണ് അത്. ബ്രഹ്മപുരത്ത് ത്രിതല അന്വേഷണം വരുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ സഭയിൽ ഇന്നലെ പറഞ്ഞിരുന്നു. അന്വേഷണത്തിൽ വിജിലൻസ് പോലീസ് വിദഗ്ധ സമിതി, ദുരന്ത നിവാരണത്തിന് എംപവേർഡ് കമ്മിറ്റി, 3 തരത്തിൽ അന്വേഷണം നടക്കുന്നുവെന്ന വാർത്തയാണ് ദേശാഭിമാനിയിൽ വരുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. ആകെ നിറഞ്ഞു നിൽക്കുന്നത് പല പേജുകളിലും സഭയിലെ കയ്യാങ്കളി തന്നെയായിരുന്നു. പത്രം 18 പൂർണ്ണമാവുകയാണ്. വീണ്ടും അശ്വതിയിലേക്കും സജിത്തിലേക്കും.